ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ആണെങ്കിൽ തൻ്റെ വണ്ടിയുടെ ബ്രേക്ക് പോയതാണെന്ന് അരുണിനോട് വന്ന് പറഞ്ഞു. പക്ഷേ അരുണിനെ കൊല്ലാൻ വേണ്ടി സച്ചി മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞ് അരുൺ ഒറ്റക്കാലിൽ തന്നെ നിൽക്കുക. അങ്ങനെയൊന്നും പറയരുത് സർ, സേഫായിട്ട് ഒരിടത്ത് ഇടിച്ച് നിർത്താൻ വേണ്ടി കാറ് വെട്ടിച്ചപ്പോൾ നിങ്ങളുടെ ബൈക്കിൽ ഇടിച്ചു പോയതാ, അല്ലാതെ നിങ്ങളെ കൊല്ലാൻ നോക്കിയതൊന്നും അല്ല എന്ന് പറഞ്ഞു സച്ചി. സർ, ബൈക്കിലല്ലേ തട്ടിയത്, നിങ്ങൾ ഇടിച്ചൊന്നും ഇല്ലല്ലോ, അപ്പം നീ എന്നെ ഇടിക്കാനായിട്ട് തന്നെ വന്നതാണെന്നായി അരുൺ. ഞാൻ മാറിയതുകൊണ്ട് രക്ഷപ്പെട്ടതാണെന്നും അല്ലെങ്കിൽ ഞാനിപ്പോൾ തീർന്നു പോയേനെ. സാർ എന്തൊക്കെയാണ് പറഞ്ഞത്, ചുമ്മാ കഥ ഉണ്ടാക്കല്ലേ സാറേ ഞാൻ പറഞ്ഞ സത്യമാണെന്ന് പറഞ്ഞു. ദൈവം ഇതെന്നെ വിശ്വസിക്കാൻ പറഞ്ഞു. എടാ നിന്നെ ആര് വിശ്വസിക്കുവാടാ എന്ന് അരുൺ നേരം ചോദിച്ചു. സാറേ, ഇടയ്ക്കിടയ്ക്ക് എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്നു, എത്തന്നെ വിളിച്ച് പറയുമായിരുന്നല്ലോ, അത് ഇവനാണെന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ്. ഇപ്പം കണ്ടില്ലേ എൻ്റെ ബൈക്ക് ഇടിച്ച് വീഴ്ത്തിയത് കണ്ടില്ലേ? എടാ എന്താ നിൻ്റെ ഉദ്ദേശമെന്ന് കൂടെയുള്ള പോലീസുകാരൻ ചോദിച്ചു. സാർ, കാറിൻ്റെ ബ്രേക്ക് പോയിരിക്കുക സാർ, ആളുകൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ കാറ് വെട്ടിച്ചതാ, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ബൈക്കിൽ തട്ടിയതെന്ന് നമ്മുടെ സച്ചി പറഞ്ഞു. ഞാൻ പറയുന്നത് സത്യ, അല്ലാതെ ഇദ്ദേഹത്തെ ഇടിച്ചു കൊല്ലാനൊന്നും ഞാൻ നോക്കിയതല്ല എന്ന് സച്ചി. നീ എന്നെ കൊല്ലാൻ നോക്കിയത് തന്നെയാണെന്നും പറഞ്ഞ അരുൺ. വധശ്രമത്തിൻ്റെ പേരിലേ നിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുക്കൂടാ, എൻ്റെ ലൈസൻസ് ഞാൻ ക്യാൻസൽ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയാം. വണ്ടി കയറടാ, നിനക്ക് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ അരുൺ ഇങ്ങനെ പറയട്ടെ. സച്ചി ആകെ വതായി. അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുന്നു. അപ്പോൾ സാർ, ഞാനൊരു കാര്യം പറയട്ടെ. പെട്ടെന്ന് കേസെടുത്താലേ SI സാർ ഇടപെട്ട് കേസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ടെന്നും കഴിഞ്ഞ തവണ കണ്ടതല്ലേ എന്നും ചോദിക്കാട്ടോ. ഈ സമയത്ത് നമ്മുടെ സച്ചി അതിൻ്റെ ഫോട്ടോ എടുത്തു. അത് രണ്ടും കൂടി ഇങ്ങനെ ഇടിച്ച് കിടക്കുന്നതിൻ്റെ ഫോട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സച്ചി ഫോട്ടോ ഇതിലെല്ലാം എടുക്കുകയാണ്. അതെല്ലാം സച്ചി ഫോണിൽ വീഡിയോ പിടിച്ചപ്പോഴത്തേക്കും എടാ എന്ന് പറഞ്ഞ അരുൺ അങ്ങോട്ടേക്ക് ചെന്നു. എന്തിനാണോ നീ വീഡിയോ എടുക്കണേ എന്നൊക്കെ അരുൺ ചോദിക്കുക. സാറിനെ ഞാൻ വണ്ടി ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിൻ്റെ പേരിലല്ലേ എൻ്റെ പേരിൽ സാർ കേസെടുക്കാൻ പോകുന്നത്, സാറ് പോയി വല്ല ഹോസ്പിറ്റലിലും കിടന്ന പ്രശ്നമല്ലേ എന്ന് നമ്മുടെ സച്ചി പറയാം. സാറിന് ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല, സാറിൻ്റെ വണ്ടിക്കും ഒരു പോറൽ പോലും പറ്റിയിട്ടില്ല, അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തതെന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ല സാർ ഇവൻ്റെ അഹങ്കാരം. സാർ, ഇവൻ്റെ വണ്ടി സ്റ്റേഷനിലേക്ക് എടുക്കാൻ പറഞ്ഞു, ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പം സാർ വണ്ടി എടുക്കരുത്, അതിന് ബ്രേക്കില്ല എന്ന് പറഞ്ഞു. അപ്പം സാറേ, ഇപ്പം കള്ളം പറയുന്നതാ ബ്രേക്കില്ല എന്ന്. സാറ് പോയി വണ്ടി എടുക്കാൻ പറഞ്ഞു. സാർ, ഞാൻ പറഞ്ഞേ കേൾക്കാം, അപ്പം നീ നാളെ സ്റ്റേഷനിലേക്ക് വാ, എന്ത് വേണമെന്നേ SI സാർ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ പോലീസുകാരൻ വണ്ടി എടുക്കാനായിട്ട് ചെയ്യും. അപ്പം സച്ചി അയാളോട് പറഞ്ഞു ബ്രേക്കില്ലെന്ന്. അപ്പോൾ അയാളുടെ വണ്ടി എടുത്ത് അരുൺ അങ്ങോട്ടേക്ക് പോയി വേറൊരു സാറിനോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. സാർ, വണ്ടി എടുക്കരുത്, വണ്ടിക്ക് ബ്രേക്കില്ല സാർ, പറയുന്നത് കേൾക്ക്, ബ്രേക്കില്ല സാർ, എടുക്കല്ലേ എന്ന് സച്ചി ആകുന്നത് അത്ര പറഞ്ഞു. അപ്പോൾ സച്ചി പറഞ്ഞിട്ടും അയാൾ കേട്ടില്ല. അയാൾ ആ വണ്ടിയായിട്ട് അങ്ങോട്ടേക്ക് പോയി. മറ്റേ ഗുണ്ടകൾ അന്നേരത്തേനും അവിടേക്ക് വന്നു. ഗുണ്ടകൾ ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടെ നിൽക്കാം. എന്തായാലും സ്റ്റേഷനിലേക്ക് ഒന്ന് പോകാം, അവിടെ പോയി ഒന്ന് സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അങ്ങോട്ട് പോകുക. അപ്പോഴത്തേക്ക് മറ്റന്മാർ അവിടെ നിന്ന് ആന്റണി വിളിക്കും. നമ്മൾ വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. അവൻ കാറ് സ്ലോ ചെയ്ത് വെട്ടിച്ച് ഒരു പോലീസുകാരൻ്റെ നിർത്തിയിട്ടിരിക്കുന്ന ബൈക്കിൽ കൊണ്ടുപോയി തട്ടി നിർത്തി എന്ന് ഇവന്മാർ പറയാം. ആ പോലീസുകാരൻ ഇവനും തമ്മിൽ എന്തോ ശത്രുതയുണ്ട്, അദ്ദേഹത്തെ കൊല്ലാൻ നോക്കിയെന്ന് അവർ പറയുന്നത്. പിന്നെ അതിൻ്റെ പേരിൽ അവനെതിരെ കേസെടുക്കാനൊക്കെ സാധ്യതയുണ്ട്. അവൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ പറയാം. അവൻ്റെ കാറും അവർ കൊണ്ടുപോയിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പം പിന്നെ നഷ്ടമില്ല, അവനകത്താകുമല്ലോ. അവൻ്റെ ഭാര്യയ്ക്ക് തൽക്കാലത്തേക്കുള്ള ഒരു ശിക്ഷ ഇതല്ലേ, മതി, ബാക്കി പിന്നെയാലെ കൊടുക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ സച്ചി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ സച്ചിയുടെ ഫോൺ അവിടെ ഇരിപ്പുണ്ട്. സച്ചി എന്നിട്ട് അങ്ങ് കയറി ചെല്ലുക. സാർ ഞാൻ ഇങ്ങനെ പോലെ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും തന്നോട് ആരും എവിടെ വരാൻ പറഞ്ഞു, അതായതെന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ സച്ചിയോട് ദേഷ്യപ്പെട്ടു. സാർ, എന്തൊരു കാര്യത്തിന് ന്യായം വേണ്ട, എന്തിനാണ് വെറുതെ ചുമ്മാ ഇങ്ങനെ നിരപരാധികളെ ഉപദ്രവിക്കുന്നത്, നീ ഞങ്ങളെ ന്യായം പഠിപ്പിക്കാൻ വന്നതാണോ എന്ന് പോലീസുകാരൻ സച്ചിയോട് അന്നേരം ചോദിക്കാം. എൻ്റെ കാറ് നിങ്ങൾ പിടിച്ചു വെച്ചു, എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യുമെന്നാണ് പറയുന്നത്. സാർ, ഇതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്, കാറിൻ്റെ ബ്രേക്ക് പോയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സാർ, ഞാൻ പറഞ്ഞതൊക്കെ സത്യമായിട്ടുള്ള കാര്യമാണെന്ന് സച്ചി ഇങ്ങനെ പറയാട്ടോ. അപ്പോഴത്തേക്കും സച്ചിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പോൾ സാർ എൻ്റെ ഫോൺ അടിക്കുന്നുണ്ട്, എനിക്ക് കോള് വരുന്നുണ്ട്. അപ്പോൾ ഞാനങ്ങ് മാറിക്കാം, ഞാൻ എടുത്തോളാം കോളെന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ കോൾ എടുത്തു. അപ്പോൾ രേവതിയാണ് വിളിച്ചത്. രേവതി വിളിച്ചു കഴിഞ്ഞപ്പം ഹലോ സച്ചിയേട്ടനല്ലേ, നിങ്ങളാരാ? ഞാൻ എൻ്റെ ഭർത്താവിനെയാണ് വിളിച്ചത്, നിങ്ങളെന്തിനാ ഫോൺ എടുത്തേ എന്ന് രേവതി ചോദിച്ചു. ഓ, നിങ്ങളിവൻ്റെ ഭാര്യയാണല്ലേ, ഞാൻ രതീഷ, പോലീസ് ഓഫീസറാണെന്ന് പറഞ്ഞു. പോലീസ് ഓഫീസറോ? അന്നേരം സാർ ഫോൺ ഇങ്ങത്താ സാർ, ഞാൻ അവളോടൊന്ന് സംസാരിച്ചോട്ടെ എന്ന് സച്ചി. അപ്പോൾ മാറി നിൽക്കടാ സാർ, പ്ലീസ് സാർ, പറയുന്നു കേൾക്ക് സാർ. സച്ചേട്ടാ, എന്ത് സച്ചേട്ടാ കാര്യം? ഇപ്പോൾ ഫോൺ തരാൻ പാടില്ലെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്, നീ അവിടെ പോയി നിൽക്കാനായിട്ട് പറയുവാണ്. അപ്പോൾ ആ സമയത്ത് എന്നെ ചെയ്യണേ? അയ്യോ, തൻ്റെ ഹസ്ബൻഡ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. അയ്യോ, അവൻ ഇവിടുത്തെ ഒരു പോലീസ് ഓഫീസറെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറഞ്ഞു. അയ്യോ സാർ, ഇത് എന്തൊക്കെയാണ് സാർ ഈ പറയുന്നത്? കാറിടിച്ച് കൊല്ലാൻ നോക്കിയെന്നോ?
അദ്ദേഹം അങ്ങനൊന്നും ചെയ്യുന്ന ആളല്ല സാർ പറഞ്ഞു. ഒന്ന് കേൾക്ക് സാർ. സാർ ഒന്ന് അദ്ദേഹത്തിന് ഫോൺ കൊടുക്കുമെന്ന് ചോദിച്ചു. തൽക്കാലം ഫോൺ കൊടുക്കാൻ പറ്റത്തില്ല എന്നും ഫോൺ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്, ഇവൻ പെട്ടിരിക്കുകയാണെന്നൊക്കെ പോലീസുകാരൻ പറഞ്ഞു. അപ്പോൾ സാർ എന്തിനാ സാർ അങ്ങനെയൊക്കെ പറഞ്ഞു? അവർക്ക് ആകെ ടെൻഷനായി കാണുന്നു. കുറച്ച് ടെൻഷൻ ആവട്ടടാ, അതല്ലേ വേണ്ടതെന്ന് ഈ പോലീസുകാരൻ സച്ചിയോട് പറയാം. സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കും കേട്ടോ. അപ്പോഴത്തേക്കും ഒരു സാർ അങ്ങോട്ടേക്ക് വന്നു. അരുണും ഉണ്ട് കൂട്ടത്തിൽ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി വന്നപ്പോൾ നീ എന്തിനാടാ വന്നതെന്ന് ചോദിച്ചു. അപ്പം നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേന്നോ സാറ് ചോദിക്കട്ടോ. സാറേ അവൻ്റെ ഫോൺ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഫോണ് മാത്രമല്ല സാർ, എൻ്റെ കാറും എനിക്ക് തരണം, എൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യരുതെന്ന് ദയനീയമായിട്ട് സച്ചി പറയാം. സാർ ഞാൻ കരുതിക്കൂട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു പോലീസുകാരനെ അപകടപ്പെടുത്താൻ നോക്കിയത് എന്താടാ, തെറ്റല്ലേ എന്ന് ഇപ്പം സാറ് ചോദിച്ചു. സാർ ഞാൻ അദ്ദേഹത്തെ അപകടപ്പെടുത്താനൊന്നും നോക്കിയിട്ടില്ല, മനഃപൂർവ്വം ചെയ്തതുമല്ല, കാറിൻ്റെ ബ്രേക്ക് പോയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് സച്ചി പറയാം. ഞാനത് പറഞ്ഞില്ലേ, നീ പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതൊക്കെ അന്വേഷിക്കണമെന്ന് ഈ പോലീസുകാരൻ പറയാം. ഇവിടെ SI സാറില്ല, നാളെ വരാനല്ലേ നിന്നോട് പറഞ്ഞത്, നീ എന്താ ഇപ്പോൾ വന്നിരിക്കണമെന്ന് ചോദിച്ചു. അത് സാർ അപ്പോഴത്തേക്ക് അരുൺ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കാം. ഇവനെടുത്ത് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്തോന്ന് ചോദിച്ചു. ഇപ്പോൾ ചെയ്തെന്ന് പറഞ്ഞു. എങ്കിൽ ആ ഫോൺ അവന് കൊടുത്തേക്കാൻ പറഞ്ഞു. എങ്കിൽ ഓക്കെ സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ സച്ചിക്ക് കൊടുത്തു. അപ്പോൾ നിൻ്റെ മറ്റു 2 ആവശ്യം അത് നടക്കുന്നു തോന്നണില്ല എന്നും, എന്തായാലും നീ നാളെ വാ എന്നും പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ഈ സാർ ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ഈ അരുൺ എന്നാ ചെയ്തു, സച്ചിയെ പിടിച്ചൊരു ഒറ്റ തള്ളായിരുന്നു. അപ്പോൾ സച്ചി പോയി അങ്ങനെ അങ്ങ് വീണു. അരുൺ ഇങ്ങനെ തുറച്ച് നോക്കി നിൽക്കുകയാണ് സച്ചിയെ. സച്ചി ഭയങ്കരമായിട്ട് ഇങ്ങനെ കലി കയറി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അരുൺ അതിനേക്കാളും വലിയ ഷോ കാണിക്കുകയാണ് സച്ചിയുടെ മുന്നിൽ. ഞാൻ കാത്തിരുന്നത് ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാടാ എന്ന് അരുൺ ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ, ഞാൻ കരുതിക്കൂട്ടി ചെയ്തതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ സാറെന്നും, കിട്ടിയ അവസരം മുതലാക്കുകയാണല്ലേ എന്ന് സച്ചി ചോദിച്ചു. അത് കേട്ടപ്പോൾ ഇത്രയും കാലം നിന്നെ ഇത്രയും ഒന്നും ചെയ്യാതെ വെറുതെ വിട്ടത് തെറ്റായിപ്പോയി, നീ എന്നെ കാറിടിച്ച് കൊല്ലാൻ നോക്കിയല്ലേ. പിന്നെ മുമ്പ് SI സാർ നിന്നെ സപ്പോർട്ട് ചെയ്തിരുന്നു, ഇത്തവണ നിന്നെ ആരും സപ്പോർട്ട് ചെയ്യാനേ വരില്ല, ഇല്ല. ഒരു പോലീസുകാരനെ അപകടപ്പെടുത്താൻ നോക്കിയതിന് നിന്റെ പേരിൽ കേസെടുക്കാൻ പോവുകയാണെന്ന് ഈ അരുൺ പറയാം. പിന്നെ നിന്റെ കാറ് നിനക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോണില്ല, അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കുമെന്നൊക്കെ അരുൺ ഇങ്ങനെ സച്ചിയോട് പറയുമ്പോൾ സച്ചി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. എന്താടാ നീ നോക്കി പഠിപ്പിക്കുന്നത്, നിന്നെ ഞാൻ വെറുതെ വിടില്ല, നീ അരുണാണെന്നോ നിനക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര ഈഗോ കാണിക്കുക അരുൺ. യൂണിഫോമിൻ്റെ കാര്യത്തിൽ നിരപരാധിയായി എന്നെ പ്രതിയാക്കാൻ നോക്കുകയാണല്ലേ എന്ന് നേരെ സച്ചി ചോദിച്ചു. നിങ്ങൾക്ക് അധികാരമുണ്ട്, പക്ഷേ എനിക്ക് സത്യമുണ്ട്. ഒടുവിൽ ജയിക്കുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നോക്കാടാ എന്നും പറഞ്ഞുകൊണ്ട് അരുൺ ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ സച്ചി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകണു. സച്ചിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് സച്ചി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്ക് രേവതി ഓടി വന്നു. എന്താ സച്ചിയേട്ടൻ എന്താ പ്രശ്നമെന്നും ചോദിച്ച്. അപ്പോൾ സച്ചിയേട്ടനെ ഏതോ പോലീസുകാരനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ നോക്കിയെന്നൊക്കെ പറഞ്ഞത് എന്താ സച്ചിയേട്ടാ, ഞാൻ അങ്ങനെ ചെയ്യുമോ രേവതി, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞേ, എന്താ പറ്റിയെന്ന് പറ സച്ചിയേട്ടാ. അത് എല്ലാ പോലീസുകാരും കാരണം, അയാൾ എന്നോട് പക വീട്ടുകയാണെന്ന് സച്ചി അന്നേരം പറഞ്ഞു. എൻ്റെ ബൈക്കിൽ എൻ്റെ കാറിടിച്ചിരുന്നു, കിട്ടിയ അവസരം മുതലാക്കി അവനെന്നെ കൊടുക്കാൻ നോക്കുവാണെന്ന് പറഞ്ഞു. അവനെന്നെ ജയിലിൽ പറഞ്ഞയക്കും, എൻ്റെ വണ്ടി വിട്ടു തരില്ല, ലൈസൻസ് ക്യാൻസൽ ചെയ്യും എന്നൊക്കെയാണ് പറയുന്നതെന്നൊക്കെ പറയുമ്പം ജയിലിലൊക്കെ പറഞ്ഞയക്കുമെന്നോ എന്തൊക്കെയാണ് പറയുന്നത്, അതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും പറ്റിയായിരുന്നോ എന്ന് രേവതി ചോദിക്കുമ്പം ഒന്നും പറ്റിയിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു സച്ചി. അദ്ദേഹത്തിൻ്റെ ബൈക്കിലൊന്നും ഇടിച്ചു, അത്രയും ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം ഇങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ ജയിലിൽ അടയ്ക്കാനൊന്നും പറ്റത്തൊന്നുമില്ല, അതിന് മാത്രം തെറ്റൊന്നും സച്ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ എന്ന് രേവതി പറയണു. വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓരോന്ന് പറയുന്നതായിരിക്കും എന്ന കാര്യമൊക്കെ രേവതി ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ സച്ചിക്ക് ഭയങ്കര സങ്കടം. അതൊക്കെ വിട് സച്ചേട്ടാ, അതോർത്ത് വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. സത്യം എന്നൊന്നും ഇല്ല രേവതി, അതുകൊണ്ട് എനിക്കിതിൽ ടെൻഷനൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്നെ ജയിലിൽ പറഞ്ഞയക്കാനൊന്നും അദ്ദേഹം വിചാരിച്ചാൽ നടക്കത്തുമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ എന്നെ വണ്ടി വിട്ടു തരാതിരിക്കാൻ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനും അദ്ദേഹം വിചാരിച്ചാൽ പറ്റുമെന്ന കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ, ലൈസൻസ് ക്യാൻസൽ ചെയ്താൽ സച്ചേട്ടൻ എങ്ങനെ ജോലി എടുക്കുമെന്ന് രേവതി ചോദിക്കും കേട്ടോ. അപ്പോൾ സച്ചിക്ക് അതിൻ്റെ കാര്യം ഓർത്ത് ടെൻഷൻ, അതിന് മാത്രം വലിയ കുറ്റമൊന്നും സച്ചേട്ടൻ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാം. അപ്പോൾ കാറിൻ്റെ ബ്രേക്ക് പെട്ടെന്ന് തകരാറായി, അതാ പറ്റിയതെന്ന കാര്യം പറയുമ്പം അയ്യോ എന്നിട്ട് എന്താ പറ്റിയതെന്ന് ചോദിച്ചിങ്ങനെ നിൽക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ രേവതിയോട് ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല, അദ്ദേഹത്തെ അപകടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ മനഃപൂർവ്വം ബൈക്കിൽ കൊണ്ടുവന്ന് ഇടിപ്പിച്ചെന്നാണ് അദ്ദേഹം പറയുന്നത്, അതാണ് പ്രശ്നമായിരിക്കുന്നതെന്ന കാര്യം സച്ചി രേവതിയോട് പറയണം. ഇതെന്താ സച്ചേട്ടാ ഇങ്ങനെയൊക്കെയെന്നും ചോദിച്ചിങ്ങനെ അതെങ്ങനെ വണ്ടിയുടെ ബ്രേക്ക് എങ്ങനെയായി. ആ പോലീസുകാരൻ എന്നോടുള്ള ദേഷ്യം തീർക്കുന്നതാ രേവതി, എന്ത് ചെയ്യുമെന്ന് എനിക്കൊരു നിശ്ചയം കിട്ടണില്ല എന്നും പറഞ്ഞു.
ഷോ, അതെന്തൊരു ന്യായമാ? ദേഷ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെയാണോ തീർക്കേണ്ടത്? സച്ചേട്ടൻ വന്നേ, ഞാൻ അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ രേവതി വേണ്ട വന്നേ, വേണ്ട, സംസാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, ആര് പറഞ്ഞാലും അവർ കേൾക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം എന്തിനാ എപ്പോഴും ഇങ്ങനെ സച്ചേട്ടൻ്റെ മെക്കിട്ട് കയറുന്നതെന്ന് രേവതി അന്നേരം ചോദിച്ചു. അപ്പോൾ അഹങ്കാരം, ഈഗോ, അതാണ് കാരണം, മറ്റൊന്നും അല്ല എന്ന് പറയാം. ഞാനാണ് വലിയവൻ, എന്നെ ചോദ്യം ചെയ്യാൻ ആരും വരില്ല എന്ന് ധരിക്കുന്നവനവൻ. ഞാൻ ചോദ്യം ചെയ്തല്ലോ, അപ്പോൾ വേണ്ട രീതിയിൽ മറുപടിയും കൊടുത്തല്ലോ, അത് അയാൾക്ക് അത്രയ്ക്ക് അങ്ങ് ദഹിച്ചിട്ടില്ല, അതാണ് കാരണമെന്നും സച്ചി രേവതിയോട് പറയണം. അന്ന് എസ് ഐയെ കണ്ട് കാറ് തിരികെ വാങ്ങിയപ്പോൾ അവൻ എൻ്റെ മുന്നിൽ തോറ്റില്ലേ? അന്ന് തുടങ്ങിയതാണ് എന്നോടുള്ള ഈ ഒരു പക എന്നൊക്കെ പറയുന്നു. ഇന്ന് സച്ചേട്ടൻ്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ല, ഇല്ലാത്ത ഓരോ കാരണം ഉണ്ടാക്കി ലൈസൻസ് ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ രേവതി ചോദിക്കാം. അദ്ദേഹത്തോട് സംസാരിച്ചേ പറ്റും, ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ രേവതി ചെല്ലുമ്പോൾ രേവതി വേണ്ടെന്ന് പറഞ്ഞില്ലേന്ന് ചോദിച്ചു. സച്ചി തടയണം. വീട് എസ് ഐ സാറുണ്ടോ അകത്തെന്ന് ചോദിച്ചപ്പം സാർ ഇന്നിവിടെ ഇല്ല, അദ്ദേഹം ഇന്ന് ലീവാണെന്ന കാര്യം പറഞ്ഞു. എന്നോട് നാളെ വരാനാണ് പറഞ്ഞിരിക്കുന്നത്. നാളെ വന്നിട്ടും കാര്യമൊന്നുമില്ല രേവതി, അവർ പോലീസുകാരെല്ലാവരും ഒറ്റക്കെട്ടാണെന്ന് സച്ചി രേവതിയോട് പറഞ്ഞു. എല്ലാവരും അരുണിനൊപ്പം മാത്രമേ നിൽക്കുകയുള്ളൂ എന്നും പറഞ്ഞു. പിന്നെ അവരെന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയം ഉണ്ടെന്ന കാര്യമൊക്കെ ഇങ്ങനെ സച്ചി രേവതിയോട് പറയുക. പിന്നെ ആ പോലീസുകാരൻ നല്ല ഇടിയുടെ കുറവാണ്, ഇടിച്ചവൻ്റെ വാരിയിൽ പൊട്ടിക്കാൻ എനിക്ക് തോന്നുന്നതെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പൊന്ന് സച്ചേട്ടാ, അങ്ങനെയൊന്നും ചെയ്തേക്കല്ലേ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയേക്കരുത് കേട്ടോ, ഈ ദേഷ്യം ഒന്ന് അടക്കി വെക്കുക. അവൻ കരുത്തിക്കുട്ടി എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കാം, കാറോ ലൈസൻസ് നഷ്ടപ്പെട്ട ഞാൻ അങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുമെന്ന് ചോദിച്ചു. അവൻ ജയിച്ചു എന്ന് കരുതുന്നുണ്ടാവും, ഇതിങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പോകുമ്പോൾ സച്ചേട്ടാന്ന് പറഞ്ഞ രേവതി എന്നെ ഈ കാണിക്കണേന്ന് ചോദിച്ച് ദേഷ്യപ്പെടാം. അകത്ത് പോയി അദ്ദേഹത്തിനോട് ദേഷ്യം ഉണ്ടാക്കിയ സച്ചേട്ടൻ ജയിലിൽ പോകത്തേ ഉള്ളൂ, ഇങ്ങനെ വിവരക്കേട് കാണിക്കില്ലേ എന്ന് രേവതി. പിന്നെ ഞാൻ എന്ത് രേവതി ചെയ്യണ്ടേ? കാറ് തിരികെ കിട്ടാനും ലൈസൻസ് ക്യാൻസൽ ചെയ്യാതിരിക്കാനും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ബുദ്ധിപൂർവ്വം ഇരുന്ന് ആലോചിക്കാൻ പറയാ രേവതിയെ, അല്ലാതെ അദ്ദേഹത്തെ ഇടിക്കാൻ വേണ്ടിയിട്ടല്ല പോവേണ്ടതെന്നും. ഇവിടെ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്? സച്ചിനെ വന്നേ നമുക്ക് പോകാമെന്നും പറഞ്ഞ് രേവതി സച്ചിയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ്. സച്ചി തൻ്റെ വണ്ടിയൊക്കെ നോക്കി ഇങ്ങനെ അവിടെ നിന്ന് പോണു. പിന്നെ കാണിക്കുന്ന ശ്രുതിയെയും മീരയാണ് കേട്ടോ. ശ്രുതി ഇങ്ങനെ വന്നു. മീരേ, നീ അറിഞ്ഞായിരുന്നോ? ആ അറിഞ്ഞു, സച്ചി കാർ എവിടെയെങ്കിലും കൊണ്ട് ഇടിച്ച് കൊല്ലപ്പെടാത്തത് നിന്റെ ഭാഗ്യം. അങ്ങനെ വല്ലതും അറിഞ്ഞിട്ട് സംഭവിച്ചിരുന്നെങ്കിലേ നീ അകത്ത് പോയേനെ എന്ന് ശ്രുതിയോട് മീര പറയാം. ആ ബ്രേക്ക് തകരാറാക്കാനാണ് ആന്റണി ഇത് വാങ്ങിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നല്ലോ എന്ന് ശ്രുതി. എന്തായാലും നന്നായി, ബ്രേക്ക് പോയിട്ടാണ് ആ പോലീസുകാരൻ്റെ ബൈക്കിൽ ഇടിച്ചതെന്ന് സച്ചി പറഞ്ഞതേ അവർ വിശ്വസിച്ചിട്ടില്ല എന്ന് ശ്രുതി പറയാം. നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ആന്റണി, അല്ലാണ്ട് ആരാ ഇപ്പം പറയാനിരിക്കണത്? അവൻ്റെ പേരിലെ കേസെടുക്കും, വണ്ടി വിട്ടുകൊടുക്കില്ല, പിന്നെ അവൻ്റെ ലൈസൻസും ക്യാൻസൽ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നടന്നാൽ എനിക്ക് സന്തോഷമായി എന്നെന്ന് ശ്രുതി. അപ്പോൾ പാവ രേവതി, അവൾക്ക് നല്ല വിഷമമായി കാണുമെന്ന് മീര പറയുമ്പോൾ നിനക്ക് അവളോട് കുറച്ച് സിമ്പതിയും സ്നേഹമൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, അതെ അത്രയ്ക്ക് അങ്ങ് വേണ്ട, അവൻ്റെ ബലം അവളാണെന്നും പറഞ്ഞ് അവർ രണ്ടാളും എന്നോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, ഇനി മറക്കുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കാം. എന്തായാലും ആന്റണി കൊടുത്തത് നല്ല പണി തന്നെയാണ്, അതിൽ ചെറിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബ്രേക്ക് പോയിട്ടാണ് ആക്സിഡൻറ്റ് നടന്നതെന്ന് കണ്ടെത്തിയാൽ അന്വേഷണം നടക്കും, അപ്പം നിൻ്റെ ഈ സന്തോഷമൊക്കെ പോകുമെന്ന് മീര ശ്രുതിയോട് പറയാം. അത് അന്വേഷണം നടന്നാൽ മാത്രമല്ലേ, അതൊക്കെ അപ്പം നോക്കാവുന്ന ശ്രുതി മോള്. എന്തായാലും ഞാൻ നല്ലൊരു ഹാപ്പി ആയിരുന്നു. ശ്രുതി അങ്ങനെ അവിടെ നിൽക്കുന്നു. മീര അകത്തേക്ക് പോയി അങ്ങനെ നടക്കുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കൈയൊക്കെ വെച്ച് കെട്ടിയതേ പോലീസുകാരൻ ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ഈ പോലീസുകാരൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ അരുൺ അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അവരിങ്ങനെ വന്നു കയറി കഴിഞ്ഞപ്പം എന്താണോ വൈകിയതെന്ന് ചോദിച്ചു. കൈക്കെന്ത് പറ്റിയതാ? അത് പിന്നെ സാർ എന്നോട് കാർ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ, ആ കാറിന് ബ്രേക്കില്ലായിരുന്നു സാറേ എന്ന് അദ്ദേഹം പറയാം. അപ്പോൾ അരുൺ ഞെട്ടി, അയ്യോ ചമ്മി ഇങ്ങനെ നിൽക്കുവാണ്. ബാക്കി പോലീസുകാരെല്ലാം ഇങ്ങനെ ഇരിക്കുവാണ്. അരുൺ എന്നിട്ട് എല്ലാവരും മാറി മാറി നോക്കുക. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അപ്പോൾ എന്താ സാറേ ഇവിടെ നിന്ന് സംസാരിച്ചാലെന്ന് ചോദിച്ചു. അപ്പം വാടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അരുൺ എന്നിട്ട് ആ പോലീസുകാരനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോവുകയാണേ. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ട് എടോ എന്താ താൻ പറഞ്ഞത്? അത് പിന്നെ സാറേ ഈ കാറിൻ്റെ ഡ്രൈവർ പറഞ്ഞത് സത്യമെന്നേ, ഈ കാറിൻ്റെ ബ്രേക്ക് പോയിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അരുൺ ആകെ വല്ലാണ്ടായി, പെട്ടു. ഞാൻ കാർ എടുത്തപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാ സാറേ, മുന്നിൽ ആളുകൾ ഉണ്ടായിരുന്നത് കൊണ്ട് റോഡരികിലുണ്ടായിരുന്ന ഒരു മണൽ കോനയിലേക്ക് കാർ തിരിച്ചുവിട്ട് ഞാനത് നിർത്താൻ ശ്രമിച്ചു എന്ന് ഈ പോലീസുകാരൻ പറയാം. പിന്നെ ഇടിയുടെ ആഘാതത്തിൽ കൈക്ക് ചെറിയ പരുക്ക് പറ്റി സാറേ എന്ന് പറഞ്ഞു. സമീപത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു, അങ്ങനെ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, കാരണം വലുതായിട്ടൊന്നും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴും അരുണിൻ്റെ പ്ലാൻ അവിടെ ഫ്ലോപ്പായി. അരുൺ ഇങ്ങനെ ആലോചിക്കും, ഇനി എന്നാ വേണം ഇതെൻ്റെ പരിചയത്തിലുള്ള ആളാണ്, കാർ മെക്കാനിക്കാണ് സർ,
ഇയാളാണ് ബ്രേക്കൊക്കെ ശരിയാക്കി കാർ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്നതെന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ സാറേ, ഇതൊരു സാധാരണ തകരാറാണെന്ന് തോന്നുന്നില്ല, ബ്രേക്ക് ആരോ മനഃപൂർവ്വം തകരാറാക്കിയതാണെന്നുള്ള കാര്യം പറയണു. ഇങ്ങനെ നോക്കുക നമ്മുടെ അരുൺ. അപ്പം ഞാൻ പോട്ടെ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ആ ഡ്രൈവർ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയ വർക്ക്ഷോപ്പ് ആയിട്ട്. അപ്പോൾ അദ്ദേഹം അങ്ങ് പോയി കഴിഞ്ഞപ്പം സാറേ, നമ്മൾ ആ ഡ്രൈവർ പറഞ്ഞത് വിശ്വസിച്ചില്ല, അവൻ പറഞ്ഞത് സത്യമാണ്, അവൻ പാവമാണ് സാറേ എന്ന് അരുണിനോട് പറയട്ടോ. കാറിൻ്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് സാറിൻ്റെ ബൈക്കിൽ വന്ന് ഇടിച്ചത്, അല്ലാതെ മനഃപൂർവ്വം ഒന്നും ഇടിച്ചതല്ല സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പോൾ അരുൺ ഇങ്ങനെ നോക്കും, ആരെങ്കിലും കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ എന്ന്. താനിങ് വന്നേ എന്നും പറഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിക്കാൻ നോക്കി അരുണെ, സച്ചിയെ ചതിക്കാൻ വേണ്ടിയിട്ട്. ഈ കാര്യം വേറെ ആരും അറിയാൻ പാടില്ല, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണോ സാറേ എന്നാൽ പോലീസുകാരൻ ചോദിച്ചു. എടോ, അവൻ്റെ കാര്യത്തിൽ അത് ശരിയാ, അവനൊരു ഗുണ്ടയാണ്, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാ, അതിനെ കൊടുക്കാൻ കിട്ടിയ ഒരു അവസരമാണിതെന്നൊക്കെ പറഞ്ഞ് ഇയാൾ ഈ പോലീസുകാരനോട് പറയുന്നു. അതെന്തായാലും ഞാൻ കൈവിട്ട് കളയാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഈ അരുൺ ഇങ്ങനെ ആ ഒരു ചതി സച്ചിയോട് ചെയ്യാൻ വേണ്ടി കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥയെ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.